കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പൊരിച്ചതൊക്കെ കൊണ്ട് ഒഴിവാക്കുക. പക്ഷേ ഈ ഒരു ഉപദേശം പലപ്പോഴും പ്രായോഗികമായിട്ട് പരാജയപ്പെടാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ നിന്നും വരുന്ന കൊളസ്ട്രോളിൻ്റെ കൺട്രോൾ കൊണ്ട് 20% മാത്രമേ നമുക്ക് ബ്ലഡിലെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ 80% കൊളസ്ട്രോളിൻ്റെ കാരണം ലിവർ തന്നെ ഓവറായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ്. ഒന്നാമത് ആളുകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആളുകൾ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൊഴുപ്പും കൊണ്ട് ഒഴിവാക്കും. ശരിക്കും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കൊഴുപ്പുകളുണ്ട്. അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. ഒലിവ് ഓയിലുണ്ട്, അവക്കാഡോയിലുണ്ട്, നട്ട്സിലുണ്ട്. ഇതൊക്കെ നല്ല കൊഴുപ്പുകളാണ്, ഇത് കഴിച്ചേ മതിയാവും. എന്നാൽ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട കൊഴുപ്പുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ട്രാൻസ് ഫാറ്റുകളാണ്. ബേക്കറി ഐറ്റംസിലൊക്കെയുള്ള ഫാറ്റുകൾ, ഡാൽഡ, വനസ്പതി, ഇതൊക്കെ ഒഴിവാക്കണം. അതിന് പുറമെ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടത് മത്തി, അയില തുടങ്ങിയ മത്സ്യങ്ങളിലുള്ള ഫാറ്റുകൾ കഴിക്കണം. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും 2-3 ടീസ്പൂൺ ഉപയോഗിക്കണം. ഇങ്ങനെ നല്ല കൊഴുപ്പുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ബ്ലഡിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. രണ്ടാമത് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കൊഴുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് പകരം കാർബോഹൈഡ്രേറ്റ് പലപ്പോഴും കൂടുതൽ കഴിക്കും. പ്രത്യേകിച്ച് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ, പഞ്ചസാര, ബേക്കറി ഐറ്റംസ്, വൈറ്റ് ബ്രെഡ്, പേസ്ട്രി, സോഡ, ജ്യൂസ്, പ്രോസസ്ഡ് ഫുഡുകൾ, ഇതൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഷുഗറും ഇൻസുലിനും സ്പൈക്ക് ചെയ്യണം. ഈ സ്പൈക്ക് കാരണം ലിവർ കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടും. സത്യം പറഞ്ഞാൽ ആളുകൾ മുട്ട ഒഴിവാക്കിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മുട്ട ശരിക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അത്ര പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. മൂന്നാമത് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് സോല്യൂബിൾ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താത്തതാണ്. ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം പലപ്പോഴും പലരും കഴിക്കുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം കൊളസ്ട്രോൾ കുറയില്ല. സോല്യൂബിൾ ഫൈബർ തന്നെ കഴിക്കണം. ഈ സോല്യൂബിൾ ഫൈബർ കുടലിനകത്ത് നമ്മുടെ പിത്തവുമായിട്ട് യുദ്ധം ചെയ്തിട്ട് പിത്തത്തിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. അത് കാരണം ലിവർ കൂടുതലായിട്ടും രക്തത്തിൽ നിന്നും കൊളസ്ട്രോളിനെ വലിച്ചെടുത്ത് പിത്തുണ്ടാക്കുകയാണ്. അങ്ങനെ ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് പതുക്കെ കുറഞ്ഞു വരും. സോല്യൂബിൾ ഫൈബർ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ദിവസേന സൈലിയം ഹസ്ക് കഴിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓട്സിലും കുറഞ്ഞ അളവിൽ സോല്യൂബിൾ ഫൈബർ കിട്ടും. നാലാമതായിട്ട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് പ്ലാന്റ് സ്റ്റിറോൾസ് അധികം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. പ്ലാന്റ് സ്റ്റിറോൾ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിനെ പോലെ കണ്ടായിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഭക്ഷണത്തിലെ കൊളസ്ട്രോളും പ്ലാന്റ് സ്റ്റിറോളും കണ്ടാൽ ഒരുപോലെ ആയതുകൊണ്ട് ശരീരം ഇതിലെ രണ്ടിലെ ഏതെങ്കിലും ഒന്നിനെ ആഗിരണം ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചീത്ത കൊളസ്ട്രോൾ പലപ്പോഴും ശരീരം ആഗിരണം ചെയ്യാതെ ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയാണ്. ഇതിനായിട്ട് പ്ലാന്റ് സ്റ്റിറോളിന്റെ സപ്ലിമെന്റ്സ് വേണമെങ്കിൽ കഴിക്കാം. അഞ്ചാമത്തെ മിസ്റ്റേക്ക് കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് ആളുകൾ ക്രാഷ് ഡയറ്റിലേക്ക് പോകും. കീറ്റോ ഡയറ്റ്, കാർണിവോർ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നായിട്ട് ഒറ്റയടിക്ക് എല്ലാം ഒഴിവാക്കിയിട്ടുള്ള കഠിനമായ ഡയറ്റുകളിലേക്ക് പോകും. അത് അധിക കാലം നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകളുടെ കൊളസ്ട്രോൾ താൽക്കാലികമായിട്ട് കുറയുമെങ്കിലും പിന്നീട് അത് കുത്തനെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭക്ഷണത്തിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സൈലിയം ഹസ്ക് പതിവാക്കുക. പ്ലാന്റ് സ്റ്റിറോൾസ് ഉൾപ്പെടുത്താൻ നോക്കുക. മത്തി, അയില തുടങ്ങിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുക. ട്രാൻസ് ഫാറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കൂടുതലായിട്ട് പച്ചക്കറികൾ, ബീൻസ്, പയറ് തുടങ്ങിയവ ഉപയോഗിക്കുക. റെഡ് മീറ്റ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുക. ഇതൊന്നും പാലിച്ചിട്ടും കൊളസ്ട്രോൾ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കൊളസ്ട്രോൾ മരുന്നുകളെ കുറിച്ച് ആലോചിക്കാം.